നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏങ്ങണ്ടിയൂരിൽ വാക്കേറ്റത്തിനിടയിൽ മകൻ തള്ളിയിട്ടതോടെ ചുമരിൽ തലയിടിച്ച് അച്ഛൻ മരിച്ചു. ചാവക്കാട് അതീവ സുരക്ഷ മേഖലയായ കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ഗുണ്ടുപൊട്ടിച്ചത് പരിഭ്രാന്തി പരത്തി. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവും ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന PK ഗോപാലകൃഷ്ണനെ അനുസ്മരിച്ചു. ഉള്ളിൽ തൃശൂർ MP സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ മടക്കിയച്ച കൊച്ചുവേലായുധനെ വീട്ടിലെത്തി സന്ദർശിച്ച് CC മുകുന്ദൻ MLA. വാർത്തകൾ വിശദമായി. ഏങ്ങണ്ടിയൂരിൽ വാക്കേറ്റത്തിനിടയിൽ മകൻ തള്ളിയിട്ടതോടെ ചുമരിൽ തലയിടിച്ച് അച്ഛൻ മരിച്ചു. ഏങ്ങണ്ടിയൂരിൽ മദ്യപിച്ച് വാക്കേറ്റത്തിനിടയിൽ മകൻ തള്ളിയിട്ടതോടെ ചുമരിൽ തലയിടിച്ച് അച്ഛൻ മരിച്ചു. ഏങ്ങണ്ടിയൂർ മണപ്പാട് മേങ്ങാടി വീട്ടിൽ 71 വയസ്സുള്ള രാമു ആണ് മരിച്ചത്. മകൻ രാകേഷിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. മദ്യലഹരിയിലുണ്ടായ വഴക്കിനെ തുടർന്ന് രാമു ചുമരിൽ തലയിടിച്ച് വീണ് മരണപ്പെടുകയായിരുന്നു. സംഭവ സമയത്ത് പ്രതിയായ രാകേഷും രാമുവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാമുവിന്റെ ഭാര്യ ശകുന്തള കഴിഞ്ഞ 3 ദിവസമായി ചാവക്കാടുള്ള ബന്ധുവിന്റെ വീട്ടിലായിരുന്നു. സംഭവത്തിന് ശേഷം 9:45 രാകേഷ് ശകുന്തളയെ ഫോണിൽ വിളിച്ച് അച്ഛനുമായി വഴക്കിട്ടപ്പോൾ ചുമരിൽ തലയിടിച്ച് വീണുവെന്നും അച്ഛന് അനക്കമില്ലെന്നും പറയുകയായിരുന്നു. ശകുന്തള അപ്പോൾ തന്നെ ചാവക്കാട് മുത്തമ്മാവിൽ നിന്നും ഓട്ടോ വിളിച്ച് മണപ്പാടുള്ള വീട്ടിലെത്തുകയും തുടർന്ന് ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO ഷൈജു, SI മുഹമ്മദ് റാഫി, ഗ്രേഡ് സീനിയർ CPO സുരേഷ്, CPO അമൽ, വിഷാദ് എന്നിവർ ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് അതീവ സുരക്ഷ മേഖലയായ കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ഗുണ്ടുപൊട്ടിച്ചത് പരിഭ്രാന്തി പരത്തി. സംഭവത്തിൽ യുവാവിന്റെ വലതു കൈപ്പത്തി തകർന്നു. പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചതായി അറിയിച്ചു. സംഭവത്തിൽ യുവാവിന്റെ വലതു കൈപ്പത്തി തകർന്നു. പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചതായി അറിയിച്ചു. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവും ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന PK ഗോപാലകൃഷ്ണനെ അനുസ്മരിച്ചു. മതിലകം PK സ്മാരകത്തിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് അധ്യക്ഷനായി. നേതാക്കളായ അഡ്വക്കേറ്റ് AD സുദർശനൻ, KS ജയ, VA കൊച്ചുമൊയ്തീൻ, സറാബി ഉമ്മർ, PK റഫീഖ്, KA ഷിഹാബ്, KA അഖിലേഷ്, അനൂഖ്, VS കൃഷ്ണകുമാർ, സായിദ മുത്തുക്കോയ തങ്ങൾ, CN സതീഷ് കുമാർ, അബ്ദുൾ സമദ്, PK ഷാജു, ഷാഹിദ് അബ്ദുള്ള, PA താജുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. അവിടെ എത്തി എല്ലാ കാര്യങ്ങളെയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ ഒക്കെ വലിയ സന്തോഷം കാണിക്കുന്നതാണ്. പുള്ളിൽ തൃശൂർ MP സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ മടക്കിയച്ച കൊച്ചുവേലായുധനെ വീട്ടിലെത്തി സന്ദർശിച്ച് CC മുകുന്ദൻ MLA. കൊച്ചുവേലായുധന്റെ വീടിന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഉടൻ പരിഹാരം കാണുമെന്നും MLA പറഞ്ഞു. കൊച്ചുവേലായുധൻ നിവേദനം MLAക്ക് നൽകി. കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ വീടിനു മുകളിലേക്ക് തെങ്ങ് വീണ് മേൽക്കൂര തകർന്ന വേലായുധന്റെ വീട് CC മുകുന്ദൻ MLA സന്ദർശിക്കുകയും 1.20 ലക്ഷം രൂപ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. നിലവിലെ വീടിന്റെ ശോചനീയാവസ്ഥ മൂലമാണ് സുരേഷ് ഗോപി MPയുടെ ജനസമ്പർക്ക പരിപാടി കൊച്ചുവേലായുധൻ നിവേദനം നൽകിയത്. എന്നാൽ സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ നിരസിച്ചിരുന്നു. MLAയോടൊപ്പം CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി K ജോബി, ഗ്രാമപഞ്ചായത്ത് അംഗം ഷില്ലി ജിജുമോൻ എന്നിവർ ഉണ്ടായിരുന്നു. കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വീട് നിർമ്മാണത്തിന് സഹായം തേടിയെത്തിയപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ചു വിട്ട ചാളൂർ പഞ്ചായത്തിലെ പുള്ളു സ്വദേശി തായാട്ട് കൊച്ചുവേലായുധന് CPIM വീട് നിർമ്മിച്ചു നൽകും. കൊച്ചുവേലായുധന്റെ വീട്ടിലെത്തിയ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉടൻ വീട് നിർമ്മാണം ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകി. ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിധമാണ്
കൊച്ചു വേലായുധനോട് സുരേഷ് ഗോപി പെരുമാറിയത്. അപേക്ഷ വായിച്ചു പോലും നോക്കാതെ മടക്കി നൽകുകയായിരുന്നു. തിരികെ വാങ്ങിയ അപേക്ഷയുമായി അപമാനിതനായി ആൾക്കൂട്ടത്തിനിടയിലൂടെ വേലായുധൻ മടങ്ങുകയായിരുന്നു. എംപിയുടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിനുള്ള സർഗാത്മകമായ മറുപടി എന്ന നിലയിൽ കൂടിയാണ് CPIM വീട് നിർമ്മാണം ഏറ്റെടുക്കുന്നതെന്നും അബ്ദുൾ ഖാദർ പറഞ്ഞു. CPIM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P ചന്ദ്രൻ, KK അനിൽ, സെബി ജോസഫ്, KS മോഹൻദാസ്, VR ബിജു, ചാളൂർ ലോക്കൽ സെക്രട്ടറി K ഗോപി എന്നിവരും അബ്ദുൾ ഖാദറിനൊപ്പമുണ്ടായിരുന്നു. ഭവന നിർമ്മാണം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യമാണെന്ന നിലപാട് വ്യക്തമാക്കി സുരേഷ് ഗോപി. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയുമായി വന്ന വൃദ്ധനെ സുരേഷ് ഗോപി അപേക്ഷ വാങ്ങാതെ മടക്കി അയക്കുന്നതാണ് ചില ആളുകൾ വിവാദമാക്കിയിരിക്കുന്നത്. പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ താൻ നൽകാറില്ലെന്നും ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് തന്റെ ശൈലിയല്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഭവന നിർമ്മാണം എന്നുള്ളത് ഒരു സംസ്ഥാന വിഷയമാണ്. അത് സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഈ സംഭവത്തിന് പിന്നാലെ മറ്റൊരു പാർട്ടി അദ്ദേഹത്തിന് വീട് വെച്ച് നൽകാൻ തയ്യാറായി രംഗത്തെത്തിയിരിക്കുന്നത് സന്തോഷമുണ്ട്. രാഷ്ട്രീയം ഉന്നം ഉള്ളതാണെങ്കിലും താൻ കാരണം അദ്ദേഹത്തിന് വീട് ലഭ്യമായതിൽ സന്തോഷമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. പെരിഞ്ഞനം പൊന്മാനിക്കുടം ഉണ്ണി മുഹീദ്ദീൻ മുസ്ലിയാരുടെ 100ാമത് ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. പൊന്മാനിക്കുടം മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ജാറം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൂർമത്ത് ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ചു. ആണ്ട് നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ ആലി മുഹമ്മദ് പൊന്നാത്ത്, സയ്യിദ് മുഹമ്മദ് കൂർമത്ത്, മുസ്തഫ മതിലകത്ത് വീട്ടിൽ, നൂറുദ്ദീൻ മതിലകത്ത് വീട്ടിൽ, KK അബ്ദുൾ ഷുക്കൂർ, VU ഷമീർ, സദക്കത്തുള്ള ഉണ്ണീൻ മുഹിയുദ്ദീൻ ഹാജി, KS ഷിഹാബ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സ്വലാത്ത് മജ്ലിസിനും പ്രഭാഷണത്തിനും ഹാഹിൽ അനസ് ബാഗവി നേതൃത്വം നൽകി. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ദിക്കർ മജ്ലിസിനും ദുആക്കും പ്രഭാഷണത്തിനും ഷാക്കിർ ഫൈസി കരുവാരക്കുണ്ട് നേതൃത്വം നൽകും. നാളെ രാവിലെ 9 മണിക്ക് നടക്കുന്ന മൗലിദ് പാരായണത്തിനും മധു പാട്ടിനും അഹമ്മദ് കുട്ടി, അൽ ഗാസിമി, ഹാഹിൽ, ജുനൈദ് ഫൈസി, ഹനീഫ് ഫൈസി, റാഫി മുയീനി എന്നിവർ നേതൃത്വം നൽകും. നസീഹത്ത് പ്രഭാഷണവും PSK മൊയ്തു ബാഗവി മാടവന നിർവഹിക്കും. ഖത്തം ദുആക്ക് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകും. രാവിലെ 11 മണി മുതൽ 12:30 വരെ നേർച്ച ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. നന്മ കുടുംബ കൂട്ടായ്മയുടെ 10ാം വാർഷികം കഴിമ്പ്രം വാഴപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. ചാമക്കാല മഹൽ ഖത്തീബ് ഷുഹൈബ് ഹുദവി ഉദ്ഘാടനം ചെയ്തു. നന്മ പ്രസിഡന്റ് PMA ബക്കർ അധ്യക്ഷത വഹിച്ചു. നന്മ സെക്രട്ടറി ബഷീർ അലി, KA ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഓർമ്മച്ചെപ്പ് കയ്യെഴുത്ത് മാഗസിന്റെ പ്രകാശനവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മതിലകം CK വളവ് പൗരാവലി ഓണാഘോഷവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സംസാബി സലീം, പൗരാവലി പ്രസിഡന്റ് നാസർ സാസ്, ഹംസ വൈപ്പിപ്പാടത്ത്, ബീരാവുണ്ണി ഹാജി, MK മുജീബ് റഹ്മാൻ, പൗരാവലി സെക്രട്ടറി നിസാർ കരീം, ട്രഷറർ ജുലാഷ് ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. എന്തുകൊണ്ടാണ് ഈ മുജീബ് ഇങ്ങനെ പറയാതിരിക്കുന്നത്? എപ്പോഴും വളരെ നിർബന്ധിച്ച് ആള് വരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടാതെ പിന്തുടരുന്ന പോലെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ടാവുന്നതായാലും അപ്പൊ അത് പറയേണ്ടതുണ്ട് എന്ന് തോന്നിയോണ്ടാണ് ഞാൻ നിർബന്ധപൂർവ്വം ഇവിടെ എത്തിയത്. ഇവിടെയാണെങ്കിൽ പുതിയകാം പൗരാവലി എന്ന് പറയുന്നത്, ഈ വളവിലുള്ള ഈ സംഘടന എന്ന് പറയുന്നത് നമുക്ക് അഭിമാനം തരുന്ന സംഘടനയാണ്. നിരവധിയായിട്ടുള്ള ഗൗരവപ്പെട്ട പരിപാടികൾ സംഘടിപ്പിച്ചവരാണ് അല്ലേ. അതിൻ്റെ സമൂഹ വിവാഹമായാലും അതിനോട് ബന്ധപ്പെട്ടായാലും മനസ്സിലൊരു ചിത്രമുണ്ട് നമ്മുടെ മുമ്പിൽ. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ അവരോട് ആകുന്നതോ അതിലപ്പുറമോ ചെയ്ത സംഘടനയാണ്. മതിലകം 3ാമത് പൈതൃകം ജലോത്സവത്തിൽ താണിയനും മണപ്ലാത്തുരുത്തും ജേതാക്കളായി. മത്സരത്തിലെ A വിഭാഗത്തിലാണ് ക്രിസ്തുരാജ് ബോട്ട് ക്ലബിന്റെ താണിയൻ 1ാം സ്ഥാനം നേടിയത്. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 2ാം സ്ഥാനവും കരസ്ഥമാക്കി. B ഗ്രേഡ് വിഭാഗത്തിൽ 1ാം സ്ഥാനം KBC കുറുങ്കോട്ട ക്ലബ് B മാടപ്പരുത്ത്
ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ PVC പുളിയത്തുരുത്ത് തുഴഞ്ഞ് ജിബി തട്ടകൻ രണ്ടാമതായി ഫിനിഷ് ചെയ്തു. E.T. ടൈസൺ MLA ജലമേള ഉദ്ഘാടനം ചെയ്തു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാനദാനവും മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ നിർവഹിച്ചു. വാർഡ് മെമ്പറും വർക്കിംഗ് ചെയർമാനുമായ OA ജെൻഡ്രി അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം മുസ്ലിം പൈതൃക പദ്ധതി, അതിൻ്റെ ഭാഗമായി നമുക്കിത് ഇങ്ങനൊരു കലോത്സവം വളരെ മെച്ചപ്പെട്ട അർത്ഥത്തിൽ നടത്തണമെന്ന് പണ്ട് ഒരു ആലോചന ഉണ്ടായിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. എന്നാൽ ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇപ്പോൾ 2-3 വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ പൈതൃകം ജലോത്സവം എന്ന പേരിൽ ഇവിടെ നല്ല രീതിയിൽ, നേരത്തെ ജെൻഡറും പറഞ്ഞ സാമ്പത്തിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നന്നായി സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ സംഘാടന പ്രവർത്തനങ്ങൾ മാത്രമല്ല, മറ്റർത്ഥത്തിലും നമ്മുടെ പൈതൃകം ജലോത്സവം ഈ പ്രദേശത്തിൻ്റെ നല്ല കൂട്ടായ്മയായി വളരുകയാണ്. ഞങ്ങളുമായി ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ആദ്യം ആലോചിച്ചൊരു കാര്യം, ഓണാഘോഷത്തോടനുബന്ധിച്ച് DTPC ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നടത്തുന്ന പരിപാടികൾക്ക് നമ്മുടെ ഈ പൈതൃകം ജലോത്സവത്തിനൊരു പങ്ക്, അതിനൊരു ചേർത്ത് വരണം എന്നായിരുന്നു ആഗ്രഹം. കുന്നംകുളം പഴഞ്ഞി അടക്ക മാർക്കറ്റിനു സമീപം ശോഭയാത്രക്കിടയിൽ കാർ ഓടിച്ചു കയറ്റി എന്നാരോപിച്ച് ബൈക്കിലെത്തിയ സംഘം കാർ തല്ലി പൊളിച്ചതായി പരാതി. പോലീസിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞ സുധീരൻ നീതിക്ക് വേണ്ടി അഖിൽ നടത്തുന്ന സർവ്വശ്രമങ്ങൾക്കും സകലവിധ പിന്തുണയുണ്ടാകുമെന്ന് അറിയിച്ചു. അഖിലിന്റെ അമ്മ റീനയുമായും ആശയവിനിമയം നടത്തിയാണ് മടങ്ങിയത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V. സുരേഷ് കുമാർ ഒപ്പമുണ്ടായിരുന്നു. വൈദ്യുതി വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ ഏക തദ്ദേശ സ്ഥാപനം എന്ന പേര് തൃശൂർ കോർപ്പറേഷന് നഷ്ടപ്പെട്ടേക്കുമെന്ന് ആശങ്ക. കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ പകുതിയോളം വെട്ടിക്കുറച്ചതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ആകെയുള്ള 229 തസ്തികകൾ 103 ആക്കിയാണ് തദ്ദേശ വകുപ്പിന്റെ ഉത്തരവ്. ഫീൽഡ് ജീവനക്കാരെയാണ് ഏറ്റവും കുറച്ചത്. ലൈൻമാൻമാരുടെ എണ്ണം 59-ൽ നിന്ന് 5ആയി ചുരുങ്ങി. വർക്കർമാരുടെ എണ്ണം 50-ൽ നിന്ന് 18ആയും കുറച്ചു. ഡ്രൈവർമാരുടെ എണ്ണം 5-ൽ നിന്ന് 1ആക്കി. ഇത്രയും കുറച്ച് ജീവനക്കാരെ ഉപയോഗിച്ച് വൈദ്യുതി വിഭാഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കോർപ്പറേഷന് കഴിയില്ല. അതിന് KSEBക്ക് വിട്ടു നൽകേണ്ടി വരും. കോർപ്പറേഷൻ കൗൺസിലിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ല. ജീവനക്കാരുമായും ആലോചിച്ചിട്ടില്ല. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുമ്പോൾ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ തടസ്സം നേരിടുമെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി. സ്വാഭാവികമായും ജനവികാരം എതിരാകുന്ന ഈ സാഹചര്യം മുതലാക്കി കോർപ്പറേഷനു കീഴിലുള്ള വൈദ്യുതി വിഭാഗത്തെ സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാനാണ് അണിയറ നീക്കമെന്നും ജോൺ ഡാനിയൽ അറിയിച്ചു. അന്തിക്കാട് പോലീസ് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അരിമ്പൂർ സ്വദേശി അഖിൽ യേശുദാസിനെ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ സന്ദർശിച്ചു. ജെറുസലേം സ്വദേശി ശരത്തോടിച്ചിരുന്ന കാറാണ് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർത്തത്. ശോഭയാത്രയിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നവർ കാറിനോട് കടന്നുവരാൻ ആവശ്യപ്പെടുകയും മറ്റു ചിലർ നിർത്തിയിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കാർ മുമ്പോട്ടെടുത്തതോടെ ശോഭയാത്രയിൽ ഉണ്ടായിരുന്നവർ കാറിലിടിക്കുകയും ശോഭയാത്ര കടന്നുപോയതിനു ശേഷം ബൈക്കിലെത്തിയ 5-അംഗ സംഘം കാറിന്റെ പിൻവശത്തെ ഗ്ലാസ് ഉൾപ്പെടെ തല്ലി തകർക്കുകയുമായിരുന്നു. സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പരാതി പറയാൻ ചെന്നെങ്കിലും സംഘം ശരത്തിനെ തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പറയുന്നു. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി എത്തിയ യുവതിയെ മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി. പ്രതി റിമാൻഡിലേക്ക്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഈ കഴിഞ്ഞ 14-ാം തീയതി ഞായറാഴ്ച യുവതി പനി മൂലം ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്കായി എത്തുകയും ബസ് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് നടക്കുമ്പോൾ യുവതിക്ക് തലകറക്കം അനുഭവപ്പെട്ട് റോഡിൽ നിന്ന സമയം പുറകിലൂടെ വന്ന പ്രതി യുവതിയെ കയ്യിൽ പിടിച്ച് താങ്ങി നിർത്തുകയും എന്താണ് പറ്റിയതെന്ന് യുവതിയോട് ചോദിച്ചതിൽ പനി മൂലം ആശുപത്രിയിലേക്ക് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞാണ് കൂടെ കൂടിയത്. ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം യുവതിയോട് OP ടിക്കറ്റ് എടുത്തു തരാമെന്നും താൻ ഹോസ്പിറ്റൽ ജീവനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുകളിലെ നിലയിൽ പോയി വിശ്രമിക്കാൻ പറഞ്ഞയക്കുകയുമായിരുന്നു. യുവതി മുകളിലെ നിലയിൽ പോയി ബെഡിൽ കിടന്ന് വിശ്രമിക്കുമ്പോൾ പ്രതി യുവതിയെ കയറിപ്പിടിച്ച് മാനഹാനി വരുത്തുകയായിരുന്നു. ഈ സംഭവത്തിന് യുവതിയുടെ പരാതിയിൽ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസിലെ പ്രതിയായ ഇരിഞ്ഞാലക്കുട ലൂണ ICTക്ക് അടുത്ത് താമസിക്കുന്ന അരിക്കാട്ടുപറമ്പിൽ വീട്ടിൽ 39 വയസ്സുള്ള ഹിരേഷ് എന്ന ആളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെക്കുറിച്ച്
യാതൊരു വിവരവും തുടക്കത്തിൽ ലഭിച്ചിരുന്നില്ല. പരാതിക്കാരി പ്രതി ധരിച്ചിരുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. ഇതുപ്രകാരം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും ഹോസ്പിറ്റൽ ജീവനക്കാരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നേതൃത്വത്തിൽ അന്വേഷണ സംഘം പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടുകയായിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട DYSP ഷാജു CL, ഇരിഞ്ഞാലക്കുട പോലീസ് SHO ജിനേഷ് KJ, SI കൃഷ്ണപ്രസാദ്, MR, GSI-മാരായ മുഹമ്മദ് റാഷിദ്, GSCPO അരുൺ ജിത്ത്, CPO-മാരായ ജിജിൽ കുമാർ, ഷാബു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ കുത്തിയിരിപ്പ് സമരം നടത്തി. ഭരണപക്ഷ അംഗങ്ങളായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കേരളി ജെറീഷ്, CP പോളി, പ്രതിപക്ഷാംഗം സനൂജ് എന്നിവരാണ് കൗൺസിൽ ഹാളിന്റെ നടുക്കളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഒല്ലൂർ മേഖലയിലെ വഴിവിളക്കുകൾ തെളിയിക്കാത്തതിലായിരുന്നു പ്രതിഷേധം. കൊണ്ടാഴി കായാമ്പൂവത്ത് ബൈക്ക് തെന്നിമറിഞ്ഞു വീണ് യുവാവ് മരിച്ചു. കൊണ്ടാഴി സ്വദേശി അപ്പത്ത് വീട്ടിൽ 30 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൊട്ടിപ്പാൾ ഇറക്കത്ത് സ്വകാര്യ ബസ് തെന്നിമാറി അപകടം. ബസ് മണ്ണെടുത്തു കുഴിയിലേക്ക് മറിയാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിൽ നിന്നും തെന്നിമാറി ബസ് റോഡിന് കുറുകെ നിൽക്കുകയായിരുന്നു. ബസിന്റെ പിൻവശം റോഡിന്റെ ഓരത്തുള്ള പൈപ്പിൽ തട്ടി നിന്നതിനാൽ ബസ് പാടത്തേക്ക് മറിയാതെ അപകടം ഒഴിവായി. ബസിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ബസിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം ചാട്ടുകുളത്ത് വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് ഏകദേശം 70 വയസ്സ് തോന്നിക്കും. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. മരിച്ചത് തമിഴ്നാട് സ്വദേശിനിയാണെന്നാണ് പ്രാഥമിക നിഗമനം. റിലീസ് സിനിമയുടെ ടിക്കറ്റ് തീർന്നതിനെ തുടർന്ന് മറ്റൊരു തിയേറ്ററിൽ പോകാനുള്ള തിടുക്കത്തിൽ കുട്ടിയെ തിയേറ്ററിൽ മറന്നുവെച്ച് മാതാപിതാക്കൾ. രണ്ടാമത്തെ തിയേറ്ററിൽ കയറിയ ഇവർ ഇടവേള സമയം വരെ കുട്ടി ഒപ്പമില്ലെന്ന കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. ഗുരുവായൂരിൽ ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഒപ്പമുള്ളവരെ കാണാതായപ്പോൾ തിയേറ്ററിന് മുൻവശത്ത് നിന്ന് കരഞ്ഞ കുട്ടി തിയേറ്റർ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടിയോട് കാരണം തിരക്കിയപ്പോഴാണ് കൂടെയുള്ളവർ മറ്റൊരു തിയേറ്ററിൽ പോയ വിവരം അറിഞ്ഞത്. ട്രാവലറിലാണ് ഞങ്ങൾ വന്നതെന്ന് കുട്ടി പറഞ്ഞു. ഇപ്രകാരം ജീവനക്കാർ അപ്പാസ് തിയേറ്ററിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. അപ്പോഴേക്കും സിനിമയുടെ ഇടവേളയാകാറായി. സിനിമ നിർത്തിവെച്ച് തിയേറ്ററുകാർ കുട്ടി നഷ്ടപ്പെട്ട കാര്യം അനൗൺസ് ചെയ്തു. അതോടെ കുട്ടിയോടൊപ്പമുണ്ടായിരുന്നവർ ആദ്യത്തെ തിയേറ്ററിലെത്തി സ്റ്റേഷനിൽ നിന്ന് കുട്ടിയെ കൈമാറി. കൊടുങ്ങല്ലൂർ ചേരമാൻ മഹൽ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിനാഘോഷം സൗഹൃദ സംഗമത്തോടെ സമാപിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് MA റഫീഖ് അധ്യക്ഷത വഹിച്ചു. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. MLA ET ടൈസൺ താജ് ഭവന നിർമ്മാണ പ്രവർത്തന പ്രഖ്യാപനം നടത്തി. കിഡ്സ് ഡയറക്ടർ ഫാദർ നിമീഷ് കാണ്ടശ്ശേരി, മഹൽ ഖത്തീബ് ഡോക്ടർ സലീം നടുവിൽ, ഖത്തീബ് അബ്ദുൽ അസീസ്, KS ഖൈസ നിസാമി എന്നിവർ സംസാരിച്ചു. കൂരുക്കുഴി ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ 28ാം വാർഷികവും ഓഫീസ് ഉദ്ഘാടനവും നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ PMS ആബിദീൻ, മിനി അരയങ്ങാട്ടിൽ, ക്ലബ്ബ് പ്രസിഡന്റ് PB നിസാം, സെക്രട്ടറി PH ഷമീർ, ട്രഷറർ TA സമദ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഘോഷയാത്ര, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ് അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു. നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പരമ്പര. പല സന്ദർഭങ്ങളിലും പരമ്പരയുടെ ആഘോഷ പരിപാടികളിലും ജീവകാരുണ്യ പരിപാടികളിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. കോവിഡ് കാലത്തും അതുപോലെ പ്രളയകാലത്തും ഈ പ്രദേശത്തുകാർക്കും മറ്റുള്ള പ്രദേശത്തുകാർക്കുമൊക്കെ ഒരു അത്താണിയായി നിന്ന പ്രസ്ഥാനമാണ് പരമ്പര. ഞാൻ ഓർക്കുന്നു, അന്ന് ക്ലബിൻ്റെ ഭാരവാഹികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപയാണെന്ന് തന്നതെന്നാണ്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഈ പ്രദേശത്തുകാർക്ക് ഓർമ്മിക്കാനുണ്ടാകും. ഞങ്ങളെപ്പോലെ പൊതുവേദിയിലിരിക്കുന്ന ആളുകളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജനത ആകെ ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിലിരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആഘോഷങ്ങളും പരിപാടികളും ഉണ്ടാകണം എന്ന് തന്നെയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഏങ്ങണ്ടിയൂരിൽ വാക്കേറ്റത്തിനിടയിൽ മകൻ തള്ളിയിട്ടതോടെ ചുമരിൽ തലയിടിച്ച് അച്ഛൻ മരിച്ചു. ചാവക്കാട് അതീവ സുരക്ഷ മേഖലയായ കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ഗുണ്ടുപൊട്ടിച്ചത് പരിഭ്രാന്തി പരത്തി. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവും ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന PK ഗോപാലകൃഷ്ണനെ അനുസ്മരിച്ചു. ഉള്ളിൽ തൃശൂർ MP സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ മടക്കിയച്ച കൊച്ചുവേലായുധനെ വീട്ടിലെത്തി സന്ദർശിച്ച് CC മുകുന്ദൻ MLA. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.